ഗുഡ് ഈവനിങ്. എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണുള്ളത്. ക്ലാസ്സുകൾ സ്ഥിരമായി ഉള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ LDC 2024 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും നമ്മൾ SCRT ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഫാക്ട്സ് ഡിസ്കഷനുണ്ട്, അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. അതുപോലെ ക്ലാസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മളതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കൂടെ നോക്കിയാണ് പോകുന്നത്. അത് നമുക്ക് തന്നെ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു കുറച്ച് റെഫറൻസ് ബുക്കുകൾ നോക്കി അങ്ങനെ എടുത്ത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകൾ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അങ്ങനെ ക്ലാസ്സുകൾ കണ്ട് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പോകാൻ പറ്റും. നമുക്കറിയാമല്ലോ, PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരെണ്ണം പോലും നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് മിസ്സാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2023 മുതൽ പുറകോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിൻ്റെ ആ ഒരു സമയമാവുമ്പോൾ, അതായത് ആ ഒരു മാസത്തെ സമയം എക്സാമിന് തൊട്ട് മുമ്പത്തെ ഒരു മാസം നമുക്ക് 2024 റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ 245/2023 അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു. അങ്ങനെ 4 ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ബുക്കാണ് അല്ലെ, ഒരു കൃതിയാണ്. കൃതികൾ നമ്മൾ അത്യാവശ്യം പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഈ പറയുന്ന കുറച്ച് വ്യക്തികളുടെ, അതായത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അങ്ങനെ കുറച്ച് ആളുകളുടെ ഈ പറയുന്ന പ്രധാന കൃതികൾ നോക്കി വെക്കണം. വേദാധികാര നിരൂപണം നമ്മളധികം കേട്ടുള്ളതായിരിക്കും. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കേണ്ടത്, അദ്ദേഹം ജനിച്ച സ്ഥലം അറിഞ്ഞു വെക്കണം. കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ചിലപ്പോഴൊക്കെ അത് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാല്യകാല നാമം, കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന ബാല്യകാല നാമം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം. അതൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട്. ഇനി ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചത് ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞു വെക്കണം. അതുപോലെ ഈ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ, അതായത് ഹഠയോഗ പഠിപ്പിച്ച ആരാണ്? ഹഠയോഗ പഠിപ്പിച്ച ഗുരു ആരാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് തൈക്കാട് അയ്യയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഹഠയോഗ പഠിപ്പിച്ച ഗുരു തൈക്കാട് അയ്യയാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പിന്നീട് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹത്തെ സർവ്വവിദ്യാധിരാജൻ, അതുപോലെ ബാലഭട്ടാരകൻ, കാവ്യ ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, അങ്ങനെ കുറേയധികം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഏതൊക്കെയായിരുന്നു? സർവ്വവിദ്യാധിരാജൻ, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, അതുപോലെ ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ. ഇതൊക്കെ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ബുക്ക് പറഞ്ഞല്ലേ, അത് വേദാധികാര നിരൂപണമാണ്. അതുപോലെ പ്രധാനപ്പെട്ട 1-2 ബുക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുമത ഛേദനം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തുമത ഛേദനം, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മിഷണറിമാർ കുറേയധികം ആളുകളെ മതം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു കണ്ടൻറ്റ് വരുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ബുക്കാണ് ക്രിസ്തുമത ഛേദനം. അതുപോലെ തന്നെ പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ വേദാധികാര നിരൂപണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ബുക്കാണ് ചട്ടമ്പി സ്വാമികളുടെ. അതുപോലെ ക്രിസ്തുമത ഛേദനം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബുക്കാണ്. ഈ ക്രിസ്തുമതം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ചാവറയച്ചൻ്റെ പേരൊക്കെ ഓർക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്രിസ്തുമത ഛേദനം, അതുപോലെ തന്നെ ഈ പറയുന്ന വേദാധികാര നിരൂപണം
നിരൂപണം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. പിന്നെ പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക. വളരെയധികം കൃതികളുണ്ട്, എല്ലാം നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ പേര് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ പേര് പഠിച്ചു, അത് തൈക്കാടയ്യാണ്. ഹഠയോഗ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് തൈക്കാടയ്യാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചത് ബോധേശ്വരനാണ്. ഈ ബോധേശ്വരനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം എപ്പോഴും പഠിക്കാറുണ്ട് അല്ലേ. ബോധേശ്വരനാണ് ഈ പറഞ്ഞ ജയ ജയ കോമള കേരള ധരണി എന്ന് പറയുന്ന ഗാനം രചിച്ചത്. അതായത് കേരള ഗാനം രചിച്ച വ്യക്തിയാണ് ബോധേശ്വരൻ. ഈ കേരള ഗാനം രചിച്ച ബോധേശ്വരൻ ആരുടെ ശിഷ്യനായിരുന്നു? അത് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം നമ്മൾ പറഞ്ഞു കണ്ണമ്മൂലയാണ്. കുഞ്ഞുകാലത്തെ ചെറുപ്പത്തിലെ പേര് കുഞ്ഞൻപിള്ള എന്നാണ്. പിന്നെ ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടു. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹഠയോഗ പഠിപ്പിച്ചത് തൈക്കാടയ്യാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഈ വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, പ്രാചീന മലയാളം എന്നിവയാണ്. അതുപോലെ സർവ്വവിദ്യാധിരാജൻ, കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി, ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെട്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. കേരള ഗാനം രചിച്ചത് അദ്ദേഹം ബോധേശ്വരനാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇത് പൊതുവെ എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഇന്ത്യയിൽ നീതി ആയോഗ് നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന് പകരമാണെന്ന് ചോദിച്ചാൽ അത് പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇത് പൊതുവെ കാണുന്ന ക്വസ്റ്റ്യനാണ്. നിലവിൽ വന്ന 2015 ജാനുവരി 1 നിലവിൽ വന്ന വർഷം ഏതാണ്? 2015 ജാനുവരി 1 അതൊന്ന് ഓർത്ത് വയ്ക്കുക. നീതി ആയോഗ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നീതി ആയോഗ്. ഓക്കെ, അത് ഒന്ന് അറിഞ്ഞു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഇതിൻ്റെ എന്തിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരായിരിക്കും? അത് പ്രൈം മിനിസ്റ്ററാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നീതി ആയോഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2015 ജനുവരി 1 ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെട്ടതാണ് ടീം ഇന്ത്യ. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം എങ്ങനെ അറിയപ്പെട്ടത്? ടീം ഇന്ത്യ എന്നറിയപ്പെട്ടു. അതുകൂടെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ അറിഞ്ഞു വയ്ക്കേണ്ട നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. നീതി ആയോഗ് എന്ന് വെച്ചാൽ ഒരു ഉപദേശക സമിതിയാണ്. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോപ്പി, നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്നുണ്ടാവും. പൊതുവെ ഇത് SCRT ബേസ്ഡ് ആണെന്നും പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം SCRT നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെക്കണം. നമുക്കറിയാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പൊതുവെ അറിയപ്പെടുന്ന 1857 സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരം അല്ലേ. 1857 വിപ്ലവമാണ്. വിപ്ലവം എന്നും പറയാൻ വേണമെങ്കിൽ അതിന്. അതുപോലെ അത് ആരംഭിച്ച 1857 മെയ് 10 1857 മെയ് 10 ആരംഭിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയാറുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊഴുപ്പ് പുരുട്ടിയ ഒരു തരം തോക്ക് അല്ലെങ്കിൽ ഒരു തരം തിരകൾ നിറച്ച തോക്കിൻ്റെ എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ വേണ്ടി പട്ടാളക്കാരെ നിർബന്ധിച്ചത് ഇതിനൊരു കാരണമാണ് അല്ലേ. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെക്കാം. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ പട്ടാളക്കാരെ നിർബന്ധിച്ചതൊക്കെ ഈ പറയുന്ന ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന് കാരണമായി മാറി. ഇനി അതിൻ്റെ ആദ്യ രക്തസാക്ഷി നമ്മളെപ്പോഴും കാണുന്നതാണ് മംഗൾ പാണ്ഡെ അല്ലേ. മംഗൾ പാണ്ഡെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്തെ മുഗൾ ഭരണാധികാരി, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ബഹദൂർ ഷാ
സഫർ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. അതൊക്കെ പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി. പിന്നെ നമ്മൾ എപ്പോഴും അറിയും ഇത് പുറപ്പെട്ടത് എവിടെ നിന്നാണ്, എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത് മീററ്റ്, UP മീററ്റിൽ നിന്നാണ് ഈ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അതൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകളുള്ള തോക്കുകളുടെ ഉപയോഗമൊക്കെ ഒരു പ്രധാന കാരണമായി മാറി, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. എന്നാൽ ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദത്തവകാശ നിരോധന നിയമം. ഈ ദത്തവകാശ നിരോധന നിയമം നിലവിൽ വന്നത് 1848 അതായത് നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ കുട്ടികളില്ലാതെ വരുമ്പോൾ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ നിരോധിക്കുന്ന ഒരു നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം. 1848 അതായത് അപ്പോഴൊരു അവകാശം ഇല്ലാതെയായി മാറും അല്ലേ. അപ്പോഴത് ആ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. അപ്പോൾ ആ ഒരു ദത്തവകാശ നിരോധന നിയമം 1848 ഈ പറഞ്ഞ വിപ്ലവത്തിന് കാരണമായി മാറി. അതുപോലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഇതൊക്കെ ഈ പറയുന്ന ഇതിന് കാരണമായി. അതുപോലെ ഇന്ത്യൻ സൈനികർക്ക് യുദ്ധത്തിനായി കടൽ കടന്നു പോകേണ്ടി വരുന്നൊരു നിയമമായിരുന്നു 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഇതൊക്കെ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 വിപ്ലവത്തിന് കാരണമായിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ്. ദത്തവകാശ നിരോധന നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ഇത് വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം 1848, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. അതുപ്രകാരമാണ് ഇന്ത്യൻ സൈനികർക്ക് യുദ്ധത്തിന് വേണ്ടി കടൽ കടന്ന് പോകേണ്ടി വന്നത്. അതൊക്കെ ഈ പറയുന്ന വിപ്ലവത്തിന് പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഗൊറില്ല യുദ്ധമുറ. ഈ പറയുന്ന 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചാരാണെന്ന് ചോദിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി അതും ഇതുമായി ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇങ്ങനെ കുറേയധികം പോയിൻറ്റുകളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും ആരാണ് ഈ പറയുന്ന വിപ്ലവത്തെ അല്ലെങ്കിൽ വിപ്ലവത്തെ ഈ പറയുന്ന നേതൃത്വം കൊടുത്തതെന്ന് നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. അതുപോലെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാരാണെന്ന് പറയാം. അത് നാനാ സാഹിബാണ്. ബുദ്ധി കേന്ദ്രമാരാണ് നാനാ സാഹിബാണ്. അതുപോലെ തന്നെ വന്ധ്യവയോധികൻ, ഈ ഒരു വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കൺവർ സിംഗ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, കൺവർ സിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു ആ ഒരു സമയത്തെ മുഗൾ ഭരണാധികാരി. അതുപോലെ മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. 1857 മെയ് 10 വിപ്ലവം തുടങ്ങുന്നത്. മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതുപോലെ മൃഗക്കൊഴുപ്പ് തേച്ച ആ ഒരു തിരകൾ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ഈ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുപോലെ ഇതിന് കാരണമായ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. ദത്തവകാശ നിരോധന നിയമം 1848, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. അതുപോലെ ഗൊറില്ല യുദ്ധമുറ പ്രയോഗിച്ചത് താന്തിയ തോപ്പിയാണെന്ന് പറഞ്ഞു. അതുപോലെ നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. കൂടുതൽ കണ്ടൻറ്റ് നമുക്കിതുമായി ബന്ധപ്പെട്ട് SCERT ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഇപ്പോൾ റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ദണ്ഡി മാർച്ചുണ്ട്, ചൗരി ചൗര ആക്രമണമുണ്ട്, അതുപോലെ ബംഗാൾ വിഭജനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അല്ലേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13.
1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതായത് നടക്കുന്നത് എവിടെയാണ്? അത് അമൃത്സറിലാണ് അല്ലേ, അമൃത്സറിലാണ്. അതായത് പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതായത് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഒരു കൂട്ടക്കൊല ഉണ്ടാകുന്നത്. അതിൽ നേതൃത്വം നൽകിയത്, ആ ഒരു നിയമവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് സെയ്ഫുദ്ദീൻ കിച്ലുവും അതുപോലെ ഡോക്ടർ സത്യപാലുമാണ്. അപ്പോൾ ഇവരുടെ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഈ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഈ 1919 ഏപ്രിൽ 13 ഒത്തുകൂടുകയും ആ ഒരു സമരക്കാർക്കെതിരെ വെടിവയ്പ് ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് വെച്ചാൽ അത് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 1919 ഏപ്രിൽ 13 സംഭവം നടക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ്. അതുപോലെ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ ഈ പറയുന്ന സെയ്ഫുദ്ദീൻ കിച്ലു അതുപോലെ ഡോക്ടർ സത്യപാൽ ഇവർ നേതൃത്വം കൊടുക്കുകയും ഇവർ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗിൽ ആളുകൾ ഒത്തുകൂടുന്നതും അങ്ങോട്ട് വെടിവെപ്പുണ്ടാകുന്നതും അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. അത് റെജിനാൾഡ് ഡയറാണ്. അപ്പോൾ നേതൃത്വം കൊടുത്ത സൈനാധിപൻ റെജിനാൾഡ് ഡയറാണ്. എന്നാൽ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് മൈക്കിൾ ഒ ഡയർ. അപ്പോൾ ഗവർണർ മൈക്കിൾ ഒ ഡയറാണ്. എന്നാൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൈക്കിൾ ഒ ഡയർ ആരാണ്? ഗവർണറായിരുന്നു, പഞ്ചാബ് ഗവർണറായിരുന്നു. സൈനികനാണ് റെജിനാൾഡ് ഡയർ. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ഉണ്ട് ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്, ഓപ്ഷൻ സി ചമ്പാരൻ സമരം, ഓപ്ഷൻ ഡി പരുത്തി കൃഷിയുടെ തകർച്ച. അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായത് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏതാണ്? 1918 അല്ലേ? അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് 1918. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. അപ്പോൾ അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം. 1918 നടക്കുന്നത്. അത് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അല്ലേ? അതായത് ഈ പറയുന്ന പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനം ആവശ്യപ്പെട്ടിട്ടാണ് ഗാന്ധിജി അവിടെ നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഇത് 35% വേതന വർധനമാണ് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ട് നിരാഹാര സമരം ആരംഭിക്കുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്ന പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. 1918 35% വേതന വർധനമാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് SSCRT-യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പെന്നല്ല, വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ്. അതായത് ഒരു ദിവസം വൈകിട്ട് 6 മണിക്കാണ് വോട്ടെടുപ്പ് അവസാനിക്കുന്നതെങ്കിൽ അതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ്. അതിന് 48 മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ്. അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊരു നിയമമുള്ളത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചാരണം അവസാനിക്കേണ്ടത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ, അതായത് ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഈ പറഞ്ഞ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് അല്ലേ? രൂപീകൃതമായ വർഷം എപ്പോഴും ചോദിക്കുന്നതാണ് 1950 ജനുവരി 25.
1950 ജനുവരി 25-നാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ഇനി ആർട്ടിക്കിൾ 324 ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ജനുവരി 25 നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട്. ജനുവരി 25-ൻ്റെ പ്രത്യേകത വോട്ടേഴ്സ് ഡേ ആണ്. ഇനി ഓരോ വർഷത്തെ തീമൂടെ നമ്മൾ പഠിച്ചു വെക്കണം, നമുക്ക് കറണ്ട് അഫയേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ പഠിക്കാം. ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാറ് 2011 തൊട്ട്. അത് അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ജാതിനാശിനി സഭ, ജാതി വിരുദ്ധ സഭ, വിദ്യാപോഷിണി, യുവവിദ്യാസംഘം. ക്വസ്റ്റ്യൻ നമ്പർ 7-ൻ്റെ ഉത്തരം ഏതാണ്? അത് വിദ്യാപോഷിണിയാണ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് വിദ്യാപോഷിണി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അറിഞ്ഞു വെക്കണം, ചേറായിലാണ്. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചേറായിയാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ സഹോദര സംഘം, അത് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സഹോദര സംഘം സ്ഥാപിച്ച ആരാണത്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ ഈ സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ജാതി നശീകരണമായിരുന്നു കേട്ടോ. ജാതി നശീകരണം ലക്ഷ്യം വെച്ച് സഹോദര സംഘം സ്ഥാപിച്ച ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അദ്ദേഹം മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്, അത് 1917-ലാണ്. അത് ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്. മിശ്രഭോജനം പലരും നടത്തിയിട്ടുണ്ട്. മിശ്രഭോജനം അതിൽ ഈ പറയുന്ന സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് 1917-ലാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അദ്ദേഹം പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അതുപോലെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് 1938-ൽ. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ തുടക്കം കുറിച്ച ആരാണെന്ന് ചോദിച്ചാൽ രൂപം കൊടുത്തതെന്ന് പറയാം, അത് സഹോദരൻ അയ്യപ്പനാണ്. 1938-ൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹം കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകൻ എന്ന് പറയാം. കൊച്ചി മന്ത്രിസഭ അതുപോലെ തന്നെ തിരുക്കൊച്ചി മന്ത്രിസഭ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? അത് സഹോദരൻ അയ്യപ്പനായിരുന്നു, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മാസികയാണ് സഹോദരൻ. അതുപോലെ യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പനായിരുന്നു. അതുപോലെ അദ്ദേഹം ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ, അതൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട മാസികകൾ ഏതൊക്കെയാണ്? സഹോദരനുണ്ട്, അതുപോലെ വേലക്കാരനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വേലക്കാരൻ. അതുപോലെ യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ, യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്ററാണ്, സ്ഥാപകനല്ല സ്ഥാപക എഡിറ്ററാണ് കേട്ടോ. അത് ഈ പറയുന്ന സഹോദരൻ അയ്യപ്പനായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഈ പറയുന്ന വിദ്യാപോഷിണി സഭ അദ്ദേഹം നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ്. ചേറായിലാണ് ജനിക്കുന്നത്. സഹോദര സംഘം, ജാതി നാശീകരണം അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ വേണ്ടിയാണ് സഹോദര സംഘത്തിൻ്റെ ലക്ഷ്യം, അതായിരുന്നു. അതുപോലെ 1917-ൽ അദ്ദേഹം മിശ്രഭോജനം നടത്തുകയുണ്ടായി. അതിൽ പുലയനയ്യപ്പൻ എന്നറിയപ്പെട്ടു. 1938-ൽ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച അദ്ദേഹമാണ്. കൊച്ചി തിരുക്കൊച്ചി മന്ത്രിസഭകളിൽ ഈ പറയുന്ന അംഗമായിരുന്ന വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ മാഗസിൻസാണ് സഹോദരൻ, വേലക്കാരൻ, അതുപോലെ യുക്തിവാദി എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു അദ്ദേഹം, അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതുപോലെ ഈ വേലക്കാരൻ എന്ന് വെച്ചാൽ അത് മാഗസിൻ അല്ല, അത് പത്രമാണ്, അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗസിൻ അറിയാതെ പറഞ്ഞാണ്, അത് പത്രമാണ് കേട്ടോ. വേലക്കാരൻ പത്രമാണ്. സഹോദരനും യുക്തിവാദി മാസികകളാണ്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് എ ഉണ്ടോ? 140, ബി 141, സി 120, ഡി 121. അപ്പോൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം അത് 140 അല്ലേ? 140 അതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കറിയാം 140 സീറ്റുകളാണ് കേരളത്തിൽ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ നിയമസഭയിലുള്ളത്. അതുപോലെ സംസ്ഥാന മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാം. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മൊത്തം അംഗങ്ങളുടെ 15%.
അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളുടെ 140 പറഞ്ഞു. 140 സീറ്റാണ് നമുക്ക് നിയമസഭയിലുള്ളത് ഇപ്പോൾ. അപ്പോൾ ഈ പറയുന്ന മന്ത്രിസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന നിയമസഭാ അംഗങ്ങളുടെ അല്ലെങ്കിൽ അസംബ്ലിയുടെ മൊത്തം അംഗങ്ങളുടെ 15%, ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. അപ്പോൾ 15% ആകാം, അതുപോലെ 12-ൽ കുറയാനും പാടില്ല, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്, നമുക്കറിയാം സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ എന്താണെന്ന് അറിഞ്ഞു വെക്കണം. നിയമനിർമ്മാണ സഭ, അതായത് ഗവർണറും നിയമസഭയും ചേരുന്നതിനെയാണ് നമ്മൾ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ പറയുകയാണെങ്കിൽ അത് ഗവർണറും അതുപോലെ തന്നെ നിയമസഭയും, ഗവർണർ അതുപോലെ നിയമസഭ, ഇവർ രണ്ടുപേരോട് ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന നിയമസഭകളുടെ കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷമാണ് അല്ലേ. നിയമസഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ ഗവർണർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നിയമസഭയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഗവർണർക്ക് നിയമസഭയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്, അതൊന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ അംഗമാകുന്നതിന് വേണ്ടിയുള്ള എത്ര വയസ്സ് പൂർത്തിയാവണം? അത് എത്ര വയസ്സാണ്? 25 വയസ്സാണ് അല്ലേ. സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ 25 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം. അതായത് ഇന്ത്യൻ പൗരൻ, 25 വയസ്സായ ഇന്ത്യൻ പൗരന് മാത്രമേ സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ പറ്റൂ, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു മന്ത്രിമാരുടെ എണ്ണം, അല്ലെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% അല്ലെ 12-ൽ കുറയാൻ പാടില്ല. ഇത് 2003 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് കേട്ടോ ഇത് വരുന്നത്. 2003 91st അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ 15% വരെ മന്ത്രിമാരാവാം, അതുപോലെ തന്നെ 12-ൽ കുറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ സംസ്ഥാന നിയമസഭകളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. സംസ്ഥാന നിയമസഭകളിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ്. ഈ സ്പീക്കർ ഇല്ലെങ്കിൽ, സ്പീക്കറുടെ അഭാവത്തിൽ അത് ആരായിരിക്കും? അത് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും. സംസ്ഥാന നിയമസഭയിൽ അധ്യക്ഷത വഹിക്കുന്ന സ്പീക്കറാണ്. സ്പീക്കറുടെ അഭാവത്തിൽ അത് ഡെപ്യൂട്ടി സ്പീക്കറാണ്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ, 25 വയസ്സായ ഇന്ത്യൻ പൗരന് മാത്രമാണ് നിയമസഭയിൽ അംഗമാകാൻ പറ്റുന്നത്. 140 നിയമസഭാ സീറ്റുകൾ അല്ലെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെന്ന് പറയാം. 15% വരെ ഈ നിയമസഭാ അംഗങ്ങളുടെ 15% വരെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണമാകാം. എന്നാൽ 12-ൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 2003 91st അമെൻമെൻറ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. അതുപോലെ നിയമസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് എപ്പോഴും സ്പീക്കറായിരിക്കും. സ്പീക്കറുടെ അഭാവത്തിൽ അത് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഇവിടെ മന്നത്ത് പത്മനാഭൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, CP ഗോവിന്ദപിള്ള. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആൻസർ CP ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ അത് CP ഗോവിന്ദപിള്ളയാണ്. 1906 അതായത് ഈ ഒരു പത്രം 1905 നിലവിൽ വരുന്നു. അതിനുശേഷം ഇദ്ദേഹം എഡിറ്ററാകുന്നത്, നമ്മുടെ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഡിറ്ററാകുന്നത് 1906. നമുക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷൻ വരുന്നതാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. അതിനുശേഷമാണ് രാമകൃഷ്ണപിള്ള പത്രാധിപറാകുന്നത്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം എന്തായിരുന്നു? അത് കേരളനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം കേരളൻ എന്നാണ്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീടിൻ്റെ പേര് അത് കൂടില്ല വീട് എന്നാണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നീട് അദ്ദേഹത്തെ നമുക്ക് അറിഞ്ഞു വയ്ക്കേണ്ടത്, ഇദ്ദേഹം പ്രസിദ്ധീകരിച്ച ചില മാസികകൾ, അത് വിദ്യാർത്ഥി, കേരളൻ, ശാരദ, അതൊക്കെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മാസികകളായിരുന്നു. അപ്പോൾ കേരളൻ എന്ന് പറയുന്ന തൂലികാനാമം നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ കേരളൻ എന്ന് പറയുന്ന മാസിക ആരാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അതുപോലെ വിദ്യാർത്ഥി, ശാരദ, അതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ പ്രധാന മാസികകളാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ 1910 അദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്തുന്നത് അല്ലേ. 1910 സെപ്റ്റംബർ 26 നാട് കടത്തുന്നു, അതൊന്ന് അറിഞ്ഞു വയ്ക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്?
ഇവിടെ ഓപ്ഷൻസ് അഞ്ചുതെങ്ങ് പ്രക്ഷോഭം, ആറ്റിങ്ങൽ കലാപം, ചാന്നാർ ലഹള, മാപ്പിള ലഹള, അങ്ങനെ 4 ഓപ്ഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ചാന്നാർ ലഹളയാണ്. അപ്പോൾ മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. എന്തായിരുന്നു ഈ അഞ്ചുതെങ്ങ് കലാപം? അത് 1697 കേട്ടോ. 1697 അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അഞ്ചുതെങ്ങ് പ്രക്ഷോഭം നടക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അഞ്ചുതെങ്ങ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ പറയുന്ന അഞ്ചുതെങ്ങ് പ്രക്ഷോഭം നടക്കുന്നത് 1697 അത് ആറ്റിങ്ങൽ നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ആറ്റിങ്ങൽ നിവാസികളും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഈ പറയുന്ന അഞ്ചുതെങ്ങ് പ്രക്ഷോഭം നടക്കുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ആറ്റിങ്ങൽ കലാപം എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യ സംഘടിത കലാപം, അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. 1721 ഏപ്രിൽ 15 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങാണെങ്കിൽ 1697, ആറ്റിങ്ങൽ കലാപമാണെങ്കിൽ 1721 അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് ചാന്നാർ ലഹള അല്ലേ. ചാന്നാർ ലഹള, ഒന്നാം ചാന്നാർ ലഹളയുണ്ട്. അത് 1822 ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത്. അപ്പോൾ ഈ ചാന്നാർ ലഹളയുടെ പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ മാറുമറയ്ക്കലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറുമറയ്ക്കലുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. അതുപോലെ മേൽമുണ്ട് കലാപം എന്നും അറിയപ്പെടുന്നു. മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാന്നാർ ലഹള എന്ന് നമ്മൾ പറഞ്ഞു, അത് 1822. എന്നാൽ ചാന്നാർ ലഹള തിരുവിതാംകൂറിൽ നടന്ന വർഷം 1859. ഒന്നാമത്തേത് 1822, ചാന്നാർ ലഹള എന്ന പ്രധാനമായും പറയുന്നതിൻ്റെ വർഷം 1859. അപ്പോൾ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണതെന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അടുത്ത മലബാർ കലാപം അഥവാ മാപ്പിള ലഹള. മാപ്പിള ലഹള നടക്കുന്നത് 1921 അല്ലേ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കുറച്ച് വിപ്ലവങ്ങളെയാണ് നമ്മൾ മാപ്പിള ലഹള അഥവാ മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഞ്ചുതെങ്ങ് പ്രക്ഷോഭം 1697 ആറ്റിങ്ങൽ നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിത കലാപമാണ്. 1721 ഏപ്രിൽ 15 ചാന്നാർ ലഹള മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്നു. അതുപോലെ മാറുമറയ്ക്കൽ ലഹള എന്നറിയപ്പെടുന്നു. 1822 ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നു. 1859 യഥാർത്ഥ ചാന്നാർ ലഹള നടക്കുന്നത്. ഇനി മാപ്പിള ലഹളയാണെങ്കിൽ 1921 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടക്കുന്ന ലഹളയാണ് മാപ്പിള ലഹള എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ മലബാർ കലാപം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് മാക്സിമം പഠിച്ചു വെക്കാൻ പറ്റുന്ന അത്രയും പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത്രയും പോയിൻറ്റ്സ് മാത്രമല്ല ഇതിലുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇനി ഈ പോയിൻറ്റ്സ് ഒഴിവാക്കി ബാക്കി പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ക്ലാസ് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.